ഗൈസ് എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അതിന് മുമ്പ് നമ്മൾ കുറച്ചായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, വേറെ കുറച്ച് സാഹചര്യങ്ങളും ഇതൊക്കെ മോശമായതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പുതിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ഇന്ന് ഞാൻ, അമീർ, നിർമ്മൽ, ഷക്കീർ ഞങ്ങൾ 4 പേരും കൂടെ സിനിമയ്ക്ക് പോകുന്നു ഗൈസ്. ഇന്ന് മെയ് 1 നമ്മുടെ നെയ്ൻപൊളിയുടെ പടം റിലീസാണ്, മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഷോക്കാണ് ബുക്ക് ചെയ്തത്, മാറ്റിനിക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് കോട്ടക്കലും. അപ്പോൾ അതിന് പോകുമ്പോൾ ഏതായാലും വ്ളോഗ് എടുത്തേക്കാന്ന് വെച്ച് കുറേ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുകയും ചെയ്യാം. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. ഞാനത് പോകാൻ വേണ്ടി റെഡിയായി, ഓൾമോസ്റ്റ് പോകാൻ സമയമായി 12:15, 1 മണിക്കാണ് ഷോ. ഇത് നിർമ്മലിനെ പിക്ക് ചെയ്യണം, അവിടുന്ന് ബാക്കി അമീറും ഷക്കീറൊക്കെ അങ്ങോട്ട് എത്തും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടെ. അപ്പോൾ അവിടെ തിയേറ്ററിലെത്തിയിട്ട് വരാം. ബൈ. അപ്പോൾ നമ്മൾ തിയേറ്ററിലെത്തിയിട്ടാ. ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്, കറക്റ്റ് ടൈം. ഒരു 3 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. മോനെ വീട്ടിൽ പറയാതെ പോകുന്ന വീട്ടിൽ പറയാതെ പോകുന്നതാണ്. ഇവിടെ മറത്തിനൊക്കെ അല്ലേ വീട്ടിൽ പറഞ്ഞിട്ടാണ് പോരാൻ. ഞാൻ ഇതിൻ്റെ ഇവിടെ 4 പോയി. അപ്പോൾ നമ്മളിത് പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ടാ. ഇത് അമീർ വരെ അവിടെ ഉണ്ട്, നിർമ്മൽ വരുന്നുള്ളൂ. പടം കുഴപ്പമില്ല, രസമുണ്ട്, മോശമില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ ഭയങ്കര പരിപാടിയായിട്ട് തോന്നിയില്ല, എന്നാൽ മോശമല്ല, നൈസായിട്ട് കണ്ടിരിക്കാം. ഓക്കെ ഗൈസ്, അടുത്തത് നമ്മൾ എന്താ പറയുക, കോട്ടക്കൽ തന്നെയുള്ള VH അവിൽ മിൽക്ക്, അവിടെ പോകാൻ വിചാരിക്കുന്നുണ്ട്. അവിൽ മിൽക്ക് കുടിക്കാൻ ഫുഡ് കഴിച്ചില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറുണ്ടിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കഞ്ഞി കുടിച്ചിട്ട് പോകുന്നതാണ് വീട്ടിൽ നിന്ന്. അവരാരും കഴിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എന്തായാലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം നിർമ്മൽ ഇവിടെ. മോനെ ഓക്കെ അല്ലേ? എന്തൊക്കെയാ നടക്കുന്നത്? നമ്മള് ആദ്യം BH പോകുന്നിരുന്ന പ്ലാന്, പക്ഷെ അമീർ മാറ്റി. അതായത് മാറ്റാൻ കാരണം എന്താ വെച്ചാൽ അമീറിന്റെ ചെലവുണ്ടായിരുന്നു, ഓൾറെഡി പെൻഡിങ് കിടക്കുന്ന ചെലവുണ്ടായിരുന്നു. ഇവന്റെ എൻഗേജ്മെന്റിന്റെ ചെലവ്, കല്യാണം ഉറപ്പിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിന്ന് കേരള ചോറ് കിട്ടാത്ത ഞങ്ങൾക്ക് എൻഗേജ്മെന്റിന് ചോറ് തന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. എല്ലാവരും ഫ്രൈഡ് റൈസ് അല്ലേ? ഫ്രൈഡ് റൈസ്. ഇവർക്കൊന്നും മന്തി പറ്റൂല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആക്കി കഴിച്ചു. ഇവർക്കൊന്നുമല്ല, ഇവർക്ക് മന്തി പറ്റും. ഞാൻ എന്റെ മന്തിയുടെ അവസാനം തീറ്റി എറണാകുളത്ത് കഴിച്ചു തീർപ്പ് കഴിച്ചു. ഈ മന്തി അൽഫാമി പകർത്ത് വലിയ സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറുണ്ട്. അമീർ, എന്റെ ചെലവായതുകൊണ്ട് എത്ര ബില്ല് പ്രഡിക്റ്റ് ചെയ്യണമെന്ന്? 10,200 പെർ ഹെഡ്. പെർ ഹെഡ് 200 പെർ ഹെഡ് ഒരു 200 വരെയാണ്. ഒരു 250 വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 4 പേർക്ക് 1000 രൂപ. കുഴപ്പമില്ല, നമുക്ക് ഇറങ്ങാനോ നമുക്ക് ബില്ലാക്കാം. ഷക്കീറ, പടം എങ്ങനെ ഉണ്ടായടാ? ഷെയറാണ് മോനെ, പടം എങ്ങനെ ഉണ്ടായി? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ സാധനം കൊണ്ടൊന്നും ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ തന്തൂറുണ്ടല്ലേ, അവിടെ കിടില്ല സാധനമായിരിക്കും. ഒന്നും വേണ്ട, എടുത്ത് തിന്നടാ. എടാ മോനെ, എങ്ങനെയുണ്ട്? ഫ്രൈഡ് റൈസ് സെറ്റ് അല്ലേ? ഫ്രൈഡ് റൈസ് സെറ്റ് അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. നീ പോലെ അടിപൊളി. നാലോട് ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ട്? ഈ മാസം സാലറി കയറിയാണോ? ഇല്ലാന്ന് തോന്നണോ? ഇല്ല, സാലറി കയറിയതാവല്ലേ? ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് കോട്ടക്കൽ കാരവാൻസ്. ഗൈസ്, ഞങ്ങൾ ഫ്രൈഡ് റൈസിന് ശേഷം അടുത്ത പരിപാടി തുടങ്ങിയിട്ടാണ്. തീറ്റയും കൂടി മാത്രമല്ല, വേറെയും പരിപാടികളൊക്കെ ഉണ്ട്. അത് വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളൂ. അതെ അതെ അതെ, സിനിമാ കഥ പറഞ്ഞേക്കണം. നിങ്ങൾക്ക് ഏതായാലും താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഗൈസ്, ബാക്കി കാര്യങ്ങൾ ഇനി വീട്ടിലെത്തിയിട്ട് കാണിക്കട്ടെ. ഞങ്ങളിപ്പോൾ പിരിയാൻ പോവാണ്. അമീർ ഷക്കീറൊക്കെ പോയില്ലേ? എൻ്റെ അവിടെ പറയാതെ പോയില്ലേ? അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീട്ടിലെത്തിയിട്ട് പറഞ്ഞത് ഗൈസ്.
അപ്പോൾ ഗൈസ് നമ്മളത് ഇന്നത്തെ സിനിമ കാണലും ഫുഡ് കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാൻ നിർമ്മല തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. അതിന് ശേഷം ഞാനിപ്പോൾ വീട്ടിൽ കയറി. അപ്പോൾ കയറിയ സമയത്താണ് നമ്മുടെ ഡാൻസ് ടീമിലുള്ള അഖിൽ എന്ന് പറഞ്ഞ ആള് വിളിച്ചിട്ട് ഇന്ന് അവൻ്റെ നാട്ടിൽ എന്തോ ചെറിയ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. വിഷുവിന് നടത്തേണ്ട എന്തോ പരിപാടി ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടിയിൽ എന്തോ ഡാൻസും പരിപാടി, നാട്ടുകാരുടെ ഡാൻസും പരിപാടികളൊക്കെയാണ് കുട്ടികളുടെയൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ടീമിൻ്റെ 1-2 ഐറ്റം കളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ വിളിച്ചായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അതിന് പോകാനുണ്ട്. രാത്രി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ രാത്രി അതിന് പോകണം. അതോടെ കഴിഞ്ഞിട്ട് ഞാൻ വ്ളോഗ് എൻഡ് ചെയ്യിക്കാന്ന് വിചാരിച്ചിട്ടോ. ഓൾമോസ്റ്റ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നിലവിൽ പ്ലാനിൽ. അപ്പോൾ ഇനി ആ കാഴ്ചകളൂടെ കാണാൻ ഗൈസ്. അഖിൽ വിളിച്ചിട്ട് നമ്മൾ നേരെ പരപ്പനങ്ങാടി കഴിഞ്ഞിട്ട് അപ്പുറത്ത് താന്നൂര് ഭാഗത്ത് ഒട്ടുംപുറം നടന്നത് ബീച്ചിനടുത്താണ് നമ്മളെ പരിപാടിയൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ആ വിശേഷങ്ങളൂടെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമ്മളിത് പരിപാടി സ്ഥലത്ത് എത്തിയിട്ട് ആ കാണുന്നതാണ് അവിടെ പരിപാടിയൊക്കെ നിലവിൽ നടന്നുകൊടുക്കുന്നുണ്ട്. എന്തൊക്കെയോ ചേച്ചിമാരുടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങോട്ട് കയറിയില്ല. ഈ തെണ്ടി വിളിച്ചിട്ടാണ് നമ്മൾ പരിപാടിക്കുന്നത്. അഖിലേ എത്ര മണി വരെ ഉണ്ട് പരിപാടി? പറ എത്ര മണി വരെ? ഇപ്പൊ സമയം കഴിച്ച് 9:30 ആവാനായി. 9:15 കഴിഞ്ഞു. ആദ്യത്തെ ഫോണാകുമ്പോ ഗൈസ്. അങ്ങനെ നമ്മളിത് ഇന്നലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നല്ല ഒരുപാട് ലേറ്റ് ആയിട്ട് വീട്ടിലെത്തും. അപ്പം ഞാൻ ഇതിൻ്റെ ഔട്ട്രോ എടുക്കാൻ വേണ്ടി മറന്നു. അപ്പം ഞാൻ ചെയ്തതിൽ രാവിലെ എണീറ്റ് ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇപ്പോഴത്തേക്കാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇന്നലെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് 2 മണി 3 മണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ആകെ 1-2 ഐറ്റം ആകെ കളിക്കാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിൻ്റെ ഫുട്ടേജ് കുറച്ച് ഇതിനകത്ത് കാണിക്കാം. വേറെ അങ്ങനെ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ ഓക്കെ ബൈ.